ഹലോ ഫ്രണ്ട്സ്, KSEB AE സബ് എഞ്ചിനീയർ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. ഇന്നത്തെ ടോപ്പിക് AC ഫണ്ടമെന്റൽസ്. ഓക്കെ ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് അബ്ദുൽ സമദ്. വെൽക്കം ടു മൈ ചാനൽ. ഇതുവരെ എൻ്റെ ചാനൽ ട്രിപ്പിൾ ഹബ് ASP നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വലതുഭാഗത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആ സമയം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നായിട്ട് അതിൻ്റെ തിയറി ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാനിവിടെ എടുക്കുന്നത് ഒരു സൈൻ വേവ് ആണ്. സൈൻ വേവ് ഈ ഒരു ഷേപ്പിലായിരിക്കും സൈൻ വേവ് ഉണ്ടാവുക. ഇതിൽ ഫസ്റ്റത്തെ പോയിന്റ് എന്താണ് സൈക്കിൾ എന്ന് പറയുന്നതാണ്. സൈക്കിൾ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ് ഓഫ് ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയാണ്. ഇതിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇതാണ്, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇതാണ്. അപ്പോൾ വൺ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് വൺ സൈക്കിൾ. അതാണ് ഫസ്റ്റ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് വൺ ടൈം പീരീഡ് ടി. ടൈം പീരീഡ് ടി എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റി ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിന് പറഞ്ഞ പേരാണ് ടൈം പീരീഡ്. ഇനി ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ, ഫ്രീക്വൻസി എന്ന് നമുക്കറിയാം നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ് ഫ്രീക്വൻസി. അതിൻ്റെ യൂണിറ്റ് ആണ് ഹെഡ്സ്. പിന്നെ നമുക്ക് അറിയുന്ന കാര്യമാണ് ഫ്രീക്വൻസി എഫ് എന്ന് പറഞ്ഞാൽ is equal to 1/t. ടൈം പീരീഡിൻ്റെ റെസിപ്രോക്കലാണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ. അടുത്ത ടേമാണ് ആംപ്ലിറ്റ്യൂഡ്. എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്നാണ്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ, അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് വാല്യൂസ് ആയിക്കോട്ടെ, മാക്സിമം വാല്യൂക്ക് പറയുന്ന ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ മാക്സിമം വാല്യൂക്ക് പറയുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. ഈ ഒരു വേവ് ഫോമിൽ ഇതാണ് അതിൻ്റെ മാക്സിമം വാല്യൂ. ഇത് വോൾട്ടേജിനാണ് VM മാക്സിമം. നെഗറ്റീവ് ഹാഫ് സൈക്കിളും ആ മാക്സിമം ഉണ്ടാകും, അതിനും -VM. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ മാക്സിമം വാല്യൂക്ക് പറയുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. ഇനി നമുക്ക് ഇക്വേഷൻസ് നോക്കാം. നമുക്ക് ഇതിൽ കാര്യമായിട്ട് വേണ്ട ഇക്വേഷൻസ് ആണ്. ഒരു ഓൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ, വോൾട്ടേജിൻ്റെ ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജിൻ്റെ ഇക്വേഷനാണ് E is equal to EM sin omega t. ഇവിടെ EM എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡാണ്. ഈ സൈൻ ഒമേഗ ടി, ഈ ഒമേഗ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 2πf ആണ്. അപ്പോൾ ഇക്വേഷനിൽ ഒമേഗയുടെ പകരം 2πf ചേർത്തിട്ടുണ്ട്. ഇനി അതിൽ ഫ്രീക്വൻസി എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു 1/t ആണ്. അപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു EM ഇൻറ്റു സൈൻ 2π/t ഇൻറ്റു സ്മോൾ ടി. ഇത് ടൈം പീരീഡ് ആണ്, ഇത് സ്മോൾ ടി. ഓക്കെ, അടുത്തത് RMS വാല്യൂ. എന്താണ് RMS വാല്യൂ എന്നുള്ളതാണ്. അതിന് എക്സ്പ്ലനേഷനോട്ടൊന്നും കിടക്കുന്നില്ല, ജസ്റ്റ് ആ വാല്യൂ എന്താണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. മാക്സിമം വാല്യൂ ഡിവൈഡ് ബൈ √2 ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 0.707 ഇൻറ്റു മാക്സിമം വാല്യൂ ഓഫ് ദ EMF. ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ, ആവറേജ് വാല്യൂവിൻ്റെ ഒരു ഫുൾ സൈക്കിളിൽ ആവറേജ് വാല്യൂ എല്ലാ സമയത്തും 0 ആയിരിക്കും. ഏതിൽ? ഒരു സൈൻ വേവിൽ. കാരണം ഇവിടെ പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ആവറേജ് എടുക്കുമ്പോൾ ഒരു ഫുൾ സൈക്കിൾ എന്തായിരിക്കും? 0 ആയിരിക്കും. ഒരു ഹാഫ് സൈക്കിൾ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ 2/π ഇൻറ്റു EM. ഇറ്റ് ഈസ് ഈക്വൽ ടു 0.636 ഇൻറ്റു EM. EM എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂയുടെ മാക്സിമം വാല്യൂ ഇൻറ്റു 0.636 ആയിരിക്കും ആവറേജ് വാല്യൂ. ഇനി അടുത്ത ടേം എന്താണ്? ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാലാണ്. ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ. അതൊരു സൈൻ വേവ് ആകുമ്പോൾ അതിൻ്റെ വാല്യൂ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും 1.11. സൈൻ വേവ് ആകുമ്പോൾ കേട്ടോ, അത് ശ്രദ്ധിക്കണം. വേവ് സൈൻ വേവ് ആകുമ്പോൾ മാത്രമാണ് ഈ വാല്യൂ. വേവ് ട്രയാങ്കുലർ ആകുമ്പോഴും സ്ക്വയർ ആകുമ്പോഴും എല്ലാം വ്യത്യസ്തമായിരിക്കും, ഡിഫറെൻറ്റ് വാല്യൂസ് ആവും നമുക്ക് കിട്ടുക. ഇനി അടുത്ത പോയിൻ്റാണ് പീക്ക് ഓർ ക്രസ്റ്റ് ഓർ ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ.
ഇതെന്ന് പറഞ്ഞാൽ പീക്ക് ഫാക്ടർ അല്ലെങ്കിൽ ക്രസ്റ്റ് ഫാക്ടർ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഫാക്ടർ, ഏത് പേരും വെച്ച് നമുക്ക് വിളിക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ RMS വാല്യൂ. ഇറ്റ് ഈസ് ഈക്വൽ ടു 1.414. ഇത്രയും സിമ്പിളായിട്ട് തിയറിയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോകാം. ഫസ്റ്റ് വൺ, ദ ഓൾട്ടർനേറ്റിംഗ് കറന്റ് ഓഫ് ഫ്രീക്വൻസി 50 Hz and maximum value 200 ampere is given as. വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ഇക്വേഷൻസ് നോക്കുക. ഇക്വേഷൻ I is equal to മാക്സിമം വാല്യൂ എത്ര? 200 ആംപിയർ. അതാണ് ഫസ്റ്റ് നമ്മൾ എഴുതുക, 200. പിന്നെ എന്ത് ചെയ്യും? സൈൻ ഒമേഗ. ഒമേഗ എന്നെന്താ? 2πf. എഫ് എത്രയാണ്? 50 ഇൻറ്റു ടി. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ വാല്യൂ കൊടുത്താൽ എന്ത് കിട്ടും? ഓപ്ഷൻ ബി ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. I is equal to 200 into sin 314t. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ കോൺസ്റ്റന്റ് കറന്റ് ഓഫ് 2.8 ആംപിയർ exists in a resistor. The RMS value of current is. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡി സി കറണ്ടിൽ RMS വാല്യൂവും ആവറേജ് വാല്യൂവും എല്ലാ വാല്യൂസും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ 2.8 ഓപ്ഷൻ എ തന്നെയാണ് ഇതിൻ്റെയും ആൻസർ. കോൺസ്റ്റന്റ് കറണ്ട് ആയതുകൊണ്ടാണ് കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ, ആൻഡ് ഓൾട്ടർനേറ്റിംഗ് കറന്റ് ഈസ് represented as I is equal to 17.7 into sin 520t plus pi by 6. The frequency and RMS value of the current are. ഫ്രീക്വൻസി ആൻഡ് RMS വാല്യൂ. ഫസ്റ്റ് ഫ്രീക്വൻസി കാണാം നമുക്ക്. ഫ്രീക്വൻസി F is equal to ഈ വാല്യൂ, ഈ 520 എന്ന് പറഞ്ഞ വാല്യൂ എന്താണെന്ന് നമുക്ക്. 520 is equal to എന്തായിരുന്നു? 2πf. 2πf ആണ്. അവിടെ F is equal to 520 divided by 2π ആണ്. It is equal to 82.76. 82.76 ആയിരിക്കും കിട്ടുക. 82.76. ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ എയിലും ഓപ്ഷൻ ബിയിലും എന്തുണ്ട്? 82.76 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? RMS വാല്യൂയും കൂടി കാണേണ്ടതുണ്ട്. RMS വാല്യൂ IRMS is equal to IRMS എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ എത്രയാണ്? 17.7 ഡിവൈഡ് ബൈ √2 ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 15 ആംപിയർ ആയിരിക്കും അതിൻ്റെ ആൻസർ. അപ്പോൾ ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ RMS വാല്യൂ ഓഫ് എൻ ഹാഫ് വേവ് റെക്ടിഫൈഡ് കറന്റ് ഈസ് 15 ആംപിയർ. Its RMS value for full wave rectification would be. ശ്രദ്ധിക്കണം, സൈൻ വേവിലെ ഹാഫ് വേവ് റെക്ടിഫൈഡ് കറന്റ് ആണ്. അതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ളത് RMS വാല്യൂ, ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ്റെ RMS വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും RMS വാല്യൂ നമുക്ക് അറിയേണ്ടതുണ്ട്. ഹാഫ് വേവ് റെക്ടിഫൈഡ് സൈനിൻ്റെ RMS വാല്യൂ എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂയുടെ 0.5 ആണ്. 0.5 സോറി, ഇത് 0 പോയിന്റ് ആണ്, ഒരു ലൈനോടെ വന്നു. 0.5 ഇൻറ്റു IM ഈസ് ഈക്വൽ ടു എത്രയാണ് ക്വസ്റ്റ്യൻ എന്നുള്ളത്? 50 ആണ്. അതിൽ IM എന്ന് പറഞ്ഞാൽ മാക്സിമം കറണ്ട് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു 15 ഇൻറ്റു 2 ആണ്, അതായത് 100. ഇനി RMS വാല്യൂ ഓഫ് ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ. ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ്റെ RMS വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ സൈൻ വേവിൻ്റെ അതേ വാല്യൂ ആണ്, 0.707 ആണ്. IRMS ഓഫ് ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ IRMS ഈസ് ഈക്വൽ ടു
707 into IM. അതായത് 0.707 into 100 ആണ്. അത് 17.7. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. Next question. The E1 is equal to A sin omega t plus theta 1 and E2 is equal to B sin omega t plus theta 2. Then കുറേ കമ്പാരിസൺ ഉണ്ട്, ഏതാണ് ഇതിൽ ആൻസർ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കുക, തീറ്റ 1 തീറ്റ 2. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ ഇത് ചെയ്യേണ്ടത് തീറ്റ 1 ആണ് തീറ്റ 2. തീറ്റ 1 മൈനസ് തീറ്റ 2 എന്ന് പറഞ്ഞാൽ ആരായിരിക്കും ലീഡ് ചെയ്യുക? തീറ്റ 1 ആയിരിക്കും വലിയ വാല്യൂ, അതായത് E1 ആയിരിക്കും ലീഡ് ചെയ്യുക. ആരെ ലീഡ് ചെയ്യും? E2നേക്കാളും E1 ലീഡ് ചെയ്യും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കുക. തീറ്റ 1 മൈനസ് തീറ്റ 2 ആയ സമയത്ത് E1 ലീഡ് E2. അങ്ങനെ ഒന്നും ഇല്ലല്ലോ, E1 ഇല്ല. ഇനി തീറ്റ 2 മൈനസ് തീറ്റ 1, ഈ സമയത്ത് എന്തായിരിക്കും? തീറ്റ 2 ആണ് വലിയ വാല്യൂ, അതായത് E2 എന്നുള്ള വാല്യൂ ആയിരിക്കും ലീഡ് ചെയ്യുക. അപ്പോൾ E2 ലീഡ് E1 ആയിരിക്കും. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നോക്കുക. ഓപ്ഷൻ സി, E2 ലീഡിങ് E1 ബൈ ആൻ ആംഗിൾ തീറ്റ മൈനസ് തീറ്റ 1. അപ്പോൾ 5th ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി 6th ക്വസ്റ്റ്യൻ. 2 sinusoidal EMF are given as E1 is equal to A sin omega t plus pi by 4 and E2 is equal to B sin omega t minus pi by 6. The phase difference between the two quantities in degree is. നമുക്ക് സിമ്പിളായിട്ട് അതിൻ്റെ ഒരു വെക്ടർ ഡയഗ്രം ഒന്ന് വരച്ച് നോക്കാം. ഫസ്റ്റത്തെ ഫിഗർ E1 എന്ന് പറയുന്നത് E1 ആണ്. ഈ പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി. ഓക്കെ, പോസിറ്റീവ് ആണ് കേട്ടോ. പ്ലസ് പൈ ബൈ 4 ശ്രദ്ധിക്കണം. അപ്പോൾ എന്താ, മുകളിലോട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും എടുക്കുക. അടുത്ത് E2 is equal to B sin omega t മൈനസ് പൈ ബൈ 6. മൈനസ് പൈ ബൈ 6 എന്ന് പറയുമ്പോൾ 4th ക്വാഡ്രന്റിലായിരിക്കും ആ വാല്യൂ എടുക്കുക, E2. അതിൻ്റെ ആംഗിൾ എത്രയായിരിക്കും? പൈ ബൈ 6 എന്ന് പറഞ്ഞാൽ 30. അപ്പോൾ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു ക്വാണ്ടിറ്റീസ് ഇൻ ഡിഗ്രി, E1ഉം E2ൻ്റെ ഡിഗ്രി എത്ര? 45 പ്ലസ് 30 എത്രയാണ് ആൻസർ വരിക? ഇറ്റ് ഈസ് ഈക്വൽ ടു 75. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഇനി 7th ക്വസ്റ്റ്യൻ. 2 alternating current represent as I1 is equal to 4 sin omega t and I2 is equal to 10 sin omega t plus pi by 4 are fed into a common conductor. The RMS value of resultant current is. ഇപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നല്ലൊരു സ്റ്റാൻഡേർഡ് ഉള്ളൊരു ക്വസ്റ്റ്യൻസ് ആണത്. 7th ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഫസ്റ്റ് 2 ഓൾട്ടർനേറ്റിംഗ് കറണ്ട് നോക്കുക. 2 ഓൾട്ടർനേറ്റിംഗ് കറണ്ട് നോക്കുമ്പോൾ 4 സൈൻ ഒമേഗ ടി ആണ്. രണ്ടാമത് 10 സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 3. ഇത് ഫസ്റ്റത്തെ ഒരു ഇതാണ് വിചാരിക്കാം. ഇത് I1 ആണ്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാക്സിമം വാല്യൂ 4 എന്നുള്ള വാല്യൂ കൊടുത്തു. ഇനി അതിൽ നിന്ന് പൈ ബൈ 3 എന്നുള്ള വാല്യൂ ഇതായിട്ടാണ്. പൈ ബൈ 3 എന്നുള്ള വാല്യൂ കഴിഞ്ഞിട്ടാണ് ആരോ എന്നുള്ളത് സെക്കൻഡ് I2 എന്ന് പറയുന്നത് 10 സൈൻ ഒമേഗ ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ വെക്ടർ ഡയഗ്രം വെച്ചിട്ട് ചെയ്യുന്നതാകും ഏറ്റവും സുഖം. വെക്ടർ ഡയഗ്രം വെച്ചിട്ട് അപ്പോൾ ഈ 10 ആംഗിൾ പൈ ബൈ 6നെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യാണ് ഞാൻ. ഒന്ന് 10 ഇൻറ്റു ഈ ആംഗിളിനോട് തൊട്ടടുത്ത് എടുക്കുന്നതായിരിക്കും കോസ് പൈ ബൈ 3. അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് എന്തായിരിക്കും? 10 ഇൻറ്റു സൈൻ പൈ ബൈ 3. ഇതാണ് റിസൾട്ടൻ്റ് വാല്യൂ. ഇതായിരിക്കും റിസൾട്ടൻ്റ് വാല്യൂ. ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. ഇത് RMS വാല്യൂ ഓഫ് റിസൾട്ടൻ്റ് കറണ്ടിൻ്റെത് ഇവിടുത്തെ വെക്കുക. അപ്പോൾ നമുക്ക് ഒന്ന് പൈതഗോറസ് തിയറം നോക്കുക. ഈ വാല്യൂ
4 plus 10 into cos pi by 3 ന്റെ സ്ക്വയർ പ്ലസ് 10 sin pi by 3 ന്റെ സ്ക്വയർ ഇറ്റ് ഈസ് ഈക്വൽ ടു ഏതിൻ്റെ സ്ക്വയർ ആയിരിക്കും? ഈ ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഐ എം എന്നുള്ള വാല്യൂ നമുക്ക് അത് ചെയ്ത് കിട്ടുമ്പോൾ എത്ര കിട്ടും? ഐ എം എന്ന് പറയുന്നത് 12.48 ആയിരിക്കും നമുക്ക് കിട്ടുക ഐ എം. ഇനി അത് മാക്സിമം കറണ്ട് ആണ് കേട്ടോ. നിങ്ങൾ നോക്കുക, ഈ ആൻസർ ഓപ്ഷനിൽ കിടക്കുന്നുണ്ട് 12.48. അപ്പോൾ നമ്മൾ ഇത് കാണുമ്പോൾ തന്നെ ഡയറക്റ്റ് അതിലോട്ട് പോയി ക്ലിക്ക് ചെയ്ത് ഇതെന്താണ്? മാക്സിമം കറണ്ട് ആണ്. നമ്മളോട് ചോദിച്ച വാല്യൂ ആർ എം എസ് വാല്യൂ ആണ്. അപ്പോൾ ഐ ആർ എം എസ് നമുക്ക് കാണേണ്ടതുണ്ട്. ഐ ആർ എം എസ് എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ആയ 12.48 ഡിവൈഡഡ് ബൈ √2 എത്ര കിട്ടുക? അത് 8.83 ആംപിയർ. ഓപ്ഷൻ ബി ആണ് ആൻസർ ലഭിക്കുക. ഓക്കെ, ഇനി 8th ക്വസ്റ്റ്യൻ. ദ ഫോം ഫാക്ടർ ഓഫ് 220 വോൾട്ട് 50 ഹെർട്സ് AC വേവ് ഫോം ഈസ്. ഇതൊരു സൈൻ വേവ് ആണ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ തിയറിയിൽ പറഞ്ഞ വാല്യൂ നമുക്ക് അറിയാൻ പറ്റും. ഓപ്ഷൻ സി ആണ്, 1.11 ആണ് ഫോം ഫാക്ടറിന്റെ വാല്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 9th ക്വസ്റ്റ്യൻ. What is the RMS value of rectangular voltage wave with an amplitude of 10 volts? Rectangular voltage wave. ഞാൻ പറയുന്നത് വോൾട്ടേജ് വേവ് മാറിയുണ്ട്, സൈൻ വേവ് അല്ല, റെക്ടാങ്കുലർ വോൾട്ടേജ് വേവ് ആണ്. റെക്ടാങ്കുലർ വോൾട്ടേജ് വേവിൻ്റെ ഇവിടെ തന്ന വാല്യൂ മാക്സിമം വാല്യൂ, അതായത് ആംപ്ലിറ്റ്യൂഡ് വാല്യൂ ആണ്, അതായത് ഐ എം ആണ്. ഇനി ഇതിൻ്റെ എന്ത് കാണാൻ ചോദിച്ചാൽ ആർ എം എസ് വാല്യൂ ആണ്. ശ്രദ്ധിക്കുക, ഐ ആർ എം എസ് റെക്ടാങ്കുലർ വോൾട്ടേജ് വേവിൻ്റെ ആർ എം എസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു മാക്സിമം വാല്യൂ ആണ്, ആംപ്ലിറ്റ്യൂഡ് ആണ്. അപ്പോൾ ഓപ്ഷൻ 10 ആണ്, ഓപ്ഷൻ ബി ആണ് ആൻസർ, 10 വോൾട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 10th ക്വസ്റ്റ്യൻ. ദ വോൾട്ടേജ് വി ഈസ് ഈക്വൽ ടു 19 കോസ് ഒമേഗ ടി മൈനസ് 161.5 ഡിഗ്രി മേ ബി റെപ്രസെൻറ്റഡ് ആസ് സൈൻ ഫംഗ്ഷൻ ബൈ. +2 സമയത്ത് സൈനും കോസും ഒക്കെ പഠിച്ച സമയത്ത് കോസിനെ എങ്ങനെയാണ് സൈനിലോട്ട് മാറ്റുക എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. വി ഈസ് ഈക്വൽ ടു 19 കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 19 പ്ലസ് തീറ്റ, അതാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അതാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. 19 ഇൻറ്റു സൈൻ 19 പ്ലസ് തീറ്റ, തീറ്റേൻ്റെ പകരം ഇവിടെ എന്താണ്? ഒമേഗ ടി മൈനസ് 161.5. അതിൽ 19 മൈനസ് 161.5 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? ആൻസർ ഓപ്ഷൻ ബി നമുക്ക് കിട്ടും, 19 ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് 71.5. ഇനി 11th ക്വസ്റ്റ്യൻ. ദ ഇക്വേഷൻ ഓഫ് ആൻ ഇ എം എഫ് ഈസ് ഗിവൺ ബൈ ഇ ഈസ് ഈക്വൽ ടു ഐ എം റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് 4 ഒമേഗ സ്ക്വയർ എൽ സ്ക്വയർ സൈൻ 2 ഒമേഗ ടി. ഇൻ ദിസ് കേസ് ദ ആംപ്ലിറ്റ്യൂഡ് ഈസ്, നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്താണ്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് സൈനിൻ്റെ മുന്നുള്ള വാല്യൂസ് ഫുള്ളും എന്തായിരിക്കും? അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് കാണിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 12th ക്വസ്റ്റ്യൻ. ഫോർ ദ സെയിം പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് വിച്ച് വേവ് ഫോം വിൽ ഹാവ് ദ ലീസ്റ്റ് ആർ എം എസ് വാല്യൂ? അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും വേണ്ട, നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് സൈനിൻ്റെ അറിഞ്ഞിരിക്കണം, ഹാഫ് വേവ് റെക്ടിഫൈഡ് സൈനിൻ്റെ അറിഞ്ഞിരിക്കണം, ഫുൾ വേവ് റെക്ടാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ ട്രയാങ്കുലർ, ഇതിൻ്റെ എല്ലാം വാല്യൂസ് നമുക്ക് അറിഞ്ഞിരിക്കണം, എന്നാലാണ് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് വേവ് ഫോമിനാണ് ഏറ്റവും കുറവ് ആർ എം എസ് വാല്യൂ എന്നുള്ളതാണ് ചോദ്യം. ഏറ്റവും ലീസ്റ്റ് ആർ എം എസ് വാല്യൂ ഉള്ളത് ഹാഫ് വേവ് റെക്ടിഫൈഡിനാണ്. ലീസ്റ്റ് വാല്യൂ ഉള്ളത് എന്തിനാണ്? ഹാഫ് വേവ് റെക്ടിഫൈഡിനാണ്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 0.5 ഇൻറ്റു ഐ എം ആണ്. അങ്ങനെ ഓപ്ഷൻ ഇതിലുണ്ടോ? ഹാഫ് വേവ് റെക്ടിഫൈഡ് അങ്ങനെ ഓപ്ഷൻ ഇതിൽ കാണാനില്ല. അപ്പം നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ളത് നോക്കുക. പിന്നെ കഴിഞ്ഞാൽ ഏറ്റവും കുറവുള്ളത് ആരാണ്? ട്രയാങ്കുലാർ ആണ്. പിന്നെ കുറവുള്ളത് ട്രയാങ്കുലാർ ആണ്. അതിൻ്റെ വാല്യൂ 0.578
IM ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആ ആൻസറിലോട്ട് നോക്കണം. ട്രയാങ്കുലർ വേവ് ഫസ്റ്റ് നോക്കുന്നത് അതിൽ ഹാഫ് വേവ് റെക്ടിഫൈഡ് സൈൻ വേവ് ഉണ്ടോ നോക്കാം. അതില്ലെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടി കൂടിയ കുറവ് വാല്യൂ ആയ, അതായത് സെക്കൻഡ് ലാസ്റ്റ് വാല്യൂ ആയ ട്രയാങ്കുലർ വേവിന് നമ്മൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ഇനി 13th ക്വസ്റ്റ്യൻ. ഫോർ ദ സെയിം പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് വിച്ച് വേവ് വിൽ ഹാവ് ദ ഹയസ്റ്റ് RMS വാല്യൂ എന്നുള്ളതാണ് ചോദ്യം. നേരത്തെ നമ്മൾ ലോവസ്റ്റ് പറഞ്ഞു, ഇനി ഹയസ്റ്റ്. നമുക്ക് പറയാൻ പറ്റും സ്ക്വയർ വേവ്, ഇതൊരു സ്ക്വയർ വേവ് ആണ്. അതേപോലെ തന്നെ റെക്റ്റാങ്കുലർ വേവ്. ഈ രണ്ട് വേവിൻ്റെയും RMS വാല്യൂ എന്നുള്ളത് കറണ്ട് ആണെങ്കിൽ IRMS ഈസ് ഈക്വൽ ടു എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു IM. ആംപ്ലിറ്റ്യൂഡിന് അല്ലെങ്കിൽ മാക്സിമം വാല്യൂക്ക് തുല്യമായിരിക്കും അതിൻ്റെ RMS വാല്യൂ. അപ്പോൾ ഹയസ്റ്റ് RMS വാല്യൂ ഉള്ള വേവ് ഏതാണ്? സ്ക്വയർ വേവ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 14th ക്വസ്റ്റ്യൻ. If EMF in a circuit is given by E is equal to 100 sin 628t, then the maximum value of voltage and frequency are. Maximum value. ഇതായിരിക്കും മാക്സിമം വാല്യൂ. ആംപ്ലിറ്റ്യൂഡ് EM, മാക്സിമം EMF ആണ്. അതിന് ഓപ്ഷൻ എയിലുണ്ടായ വാല്യൂ, അതുപോലെ തന്നെ ഓപ്ഷൻ ബിയിലുണ്ടായ വാല്യൂ. ഇനി നമുക്ക് അറിയുന്നത് ഫ്രീക്വൻസി. ഫ്രീക്വൻസി കിട്ടുന്നത് ഇതിൽ നിന്നാണ്. 628 എന്നുള്ള വാല്യൂ എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. 628 ഈസ് ഈക്വൽ ടു എന്താണ്? 2πf ആണ്. 2πf. F ഈസ് ഈക്വൽ ടു 628 ഡിവൈഡഡ് ബൈ 2π. ഇത് എത്ര കിട്ടും നമുക്ക്? ഇറ്റ് ഈസ് ഈക്വൽ ടു 100 ഹെർട്സ്. 100 ഹെർട്സ് ആണ്. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ. ഇനി 15th ക്വസ്റ്റ്യൻ. The equation of alternating current is I is equal to 42.42 sin 628t. The average value of the current is. Average value നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടുന്നത്. ആവറേജ് വാല്യൂ 42.42 എന്നാണ്. മാക്സിമം വാല്യൂ ആണ്. IM ആണ്. ആംപ്ലിറ്റ്യൂഡ് ആണ്. അപ്പോൾ ആവറേജ് വാല്യൂ തന്നാൽ I average it is equal to 2 into IM, 2 into IM by pi. IM എന്ന് പറഞ്ഞാൽ എത്രയാണ്? 42.42. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 27. ഓപ്ഷൻ സി. ഇനി 16th ക്വസ്റ്റ്യൻ. ദ ഫോം ഫാക്ടർ ഓഫ് ദ DC സപ്ലൈ വോൾട്ടേജ് ഈസ് ഓൾവേസ്. അപ്പോൾ DC സപ്ലൈയുടെ ഫോം ഫാക്ടർ എന്തായിരിക്കും? DC സപ്ലൈയിൽ RMS വാല്യൂ, അതേപോലെ തന്നെ ആവറേജ് വാല്യൂ ഇതെല്ലാം ഈക്വൽ ആയിരിക്കും. നമുക്കറിയാം ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ RMS വാല്യൂ ഡിവൈഡ് ബൈ ആവറേജ് വാല്യൂ ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. അതായത് യൂണിറ്റി ആണ്. ഇനി 17th ക്വസ്റ്റ്യൻ. 17th ക്വസ്റ്റ്യനിൽ 2 കറൻറ്റ്സ് I1 ഉണ്ട്, I2 ഉണ്ട്. I1 ഈസ് ഈക്വൽ ടു 50 ഇൻറ്റു സൈൻ ഒമേഗ ടി. I2 ഈസ് ഈക്വൽ ടു 100 sin omega t plus 45 are fed into a common conductor. The RMS value of the resultant current will be. ഈ സെയിം ക്വസ്റ്റ്യൻ, ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ 7th ക്വസ്റ്റ്യനിലാണെന്ന് തോന്നുന്നു ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ വെക്റ്റർ റിസൾട്ടൻ്റ് ആണ് നമുക്ക് കാണേണ്ടത്. നമുക്കൊന്ന് വരച്ച് നോക്കാം. ഫസ്റ്റത്തത് I1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 50 sin omega t ആണ്. അപ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാത്രമാണ് ഇവിടെ എടുക്കുന്നത്, 50. ഓക്കെ. ഇനി സെക്കൻഡ് I2 is equal to 100 into sin omega t plus 45. ആംഗിളിൽ നിന്ന് പ്ലസ് 45 ഉണ്ട്. ഇതാണ് I2 എന്ന് പറയുന്നത്. ഇതിൽ നിന്നും 45 ഡിഗ്രി. അതിനൊന്ന് റിസോൾവ് ചെയ്യുമ്പോൾ എക്സ് ആക്സിസിൽ എന്ത് കിട്ടും? ആംഗിളിനോട് തൊട്ടടുത്ത് എടുക്കുന്നത് 100 കോസ് എത്ര കിട്ടും? 45. ആംഗിളിനോട് ഓപ്പോസിറ്റ് എടുക്കുന്നത് 100 ഇൻറ്റു സൈൻ 45. രണ്ട് വാല്യൂ ആയി, എക്സ് ആക്സും വൈ ആക്സും ആയി. ഇതിൻ്റെ റിസൾട്ടൻ്റ് കിട്ടണമെങ്കിൽ ഇതിൻ്റെ ഹൈപ്പോട്ന്യൂസ് ആണ് ഇതിൻ്റെ റിസൾട്ടൻറ്റ്. അതിൻ്റെ വാല്യൂ 50 പ്ലസ് 100 കോസ് 45ൻ്റെ സ്ക്വയർ പ്ലസ് 100 ഇൻറ്റു സൈൻ 45ൻ്റെ സ്ക്വയർ.
ഇറ്റ് ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ന്യൂസിന്റെ സ്ക്വയർ. ഇതായിരിക്കും ഹൈപ്പോട്ന്യൂസിന്റെ സ്ക്വയർ. അതാണ് എന്ത് IM റിസൾട്ടന്റ് മാക്സിമം വാല്യൂയുടെ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ കിട്ടുന്നത് 139. ആ റൂട്ടൊക്കെ എടുത്ത് വരുമ്പോൾ 139.88 എന്നുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഡയറക്റ്റ് ഈ ഒരു ആൻസർ കിട്ടുമ്പോൾ തന്നെ കുറേ പേര് കുറേ ചെയ്ത് കഴിഞ്ഞല്ലോ, നമ്മുടെ ആൻസർ എത്തിയല്ലോ എന്ന് കരുതിയിട്ട് ഓപ്ഷൻ എയിലോട്ട് പോകും. കാരണം മോർ ദാൻ 100 ആംപിയർ എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ കാണുന്നുണ്ട്. പക്ഷെ അതല്ല, നമുക്ക് വേണ്ടത് RMS വാല്യൂ ആണ്. അപ്പോൾ IRMS ഈസ് ഈക്വൽ ടു 139.88 ഡിവൈഡ് ബൈ √2 ആണ് വേണ്ടത്. അത് എത്രയായിരിക്കും നമ്മുടെ വാല്യൂ? ഇറ്റ് ഈസ് ഈക്വൽ ടു 98.92 എന്നുള്ള ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് ലഭിക്കുക. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. 50ന്റെയും 100ന്റെയും ഇടയിലുള്ള വാല്യൂ ആണ്, ബിറ്റ്വീൻ 15 ആംപിയർ ആൻഡ് 100 ആംപിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 18th ക്വസ്റ്റ്യൻ. The period of the voltage 3 cos 2500t plus 4 cos 2500t plus pi by 2. പീരീഡ് ആണ് കാണിക്കുന്നത്. രണ്ട് ഇതിലും പ്ലസ് 2 ആഡ് ചെയ്യുന്ന വേവ് ആണ്. അതിന് രണ്ടിൻ്റെയും വാല്യൂ ഇവിടുത്തെ ശ്രദ്ധിക്കുക 2500 ആണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് ആ വാല്യൂ തന്നെ ചെയ്യാൻ പറ്റും. 2500 എന്നുള്ള വാല്യൂ 2500 എന്ന് പറയുന്ന വാല്യൂ ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് 2πf. 2πf എന്ന് പറഞ്ഞാൽ ടി ആകുമ്പോൾ 2π/t. t ഈസ് ഈക്വൽ ടു 2π/2500 എന്നുള്ള വാല്യൂ ആയിരിക്കും കിട്ടുക. ഇതായിരിക്കും കിട്ടുക. ഇറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ ചെയ്യുമ്പോൾ 2.5 മില്ലി സെക്കൻഡ് ആയിരിക്കും നമ്മൾ ലഭിക്കുക. ഓപ്ഷൻ സി ആണ് ആൻസർ. 19th ക്വസ്റ്റ്യൻ. A current in AC circuit measure 4 ampere. Then maximum instantaneous magnitude of this current will be. ഒരു കറന്റ് മെഷർ ചെയ്യുന്നത് 4 ആംപിയർ ആണ്. അപ്പോൾ മെഷർ ചെയ്യുന്ന ആംപിയർ എത്രയാണ്? അതായത് അമ്മീറ്ററിൽ ഏത് വാല്യൂ നമുക്ക് കിട്ടുക? RMS വാല്യൂ ആണോ, ആവറേജ് വാല്യൂ ആണോ, മാക്സിമം വാല്യൂ ആണോ കിട്ടുക? ഏതായിരിക്കും നമുക്ക് ലഭിക്കുക? ഒരു അമ്മീറ്ററിൽ ഏത് മീറ്റർ ആണെങ്കിലും, കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന അമ്മീറ്റർ ആണെങ്കിലും, വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന വോൾട്ട് മീറ്റർ ആണെങ്കിലും, ആ മീറ്ററിൽ കാണിക്കുന്നത് എന്തായിരിക്കും? RMS വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇവിടെ തന്നുള്ള ഈ വാല്യൂ 4 ആംപിയർ എന്നുള്ളത് ഇതിൻ്റെ RMS വാല്യൂ ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റന്റേനിയസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി മാക്സിമം മാക്സിമം വാല്യൂ കാണാൻ IM ഈസ് ഈക്വൽ ടു IRMS എത്രയാണ്? 4 ഇൻറ്റു √2. അതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി 20th ക്വസ്റ്റ്യൻ. The form factor is referred to alternating current waveform. Represent the ratio of. Form factor എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയുന്നതാണ്. ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. RMS വാല്യൂ ടു ദി ആവറേജ് വാല്യൂ. അപ്പോൾ ഇത്ര നേരം പറഞ്ഞത് എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റിൽ അറിയിക്കുക, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ എത്തുന്നവരെ ഗുഡ് ബൈ.